മല്ലു ഫാമിലി സുജിൻ ബ്രോ കൊറോണ ടൈമിൽ ആരംഭിച്ച ഒരു ചാനലാണ് മല്ലു ഫാമിലി. ആദ്യമൊക്കെ ഈ ചാനലിന് നല്ല റീച്ച് ആയിരുന്നു. പിന്നീട് ഈ ചാനലിന്റെ റീച്ച് അങ്ങ് നഷ്ടപ്പെടാൻ തുടങ്ങി. അതിന്റെ കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സുജിന്റെ ഉടായ്പകളാണ്. അതായത് ഓരോ മിസ്ലീഡിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് സുജിൻ വീഡിയോ ഇടാൻ തുടങ്ങി. ഗിഫ്റ്റുകളായിട്ടും വിഷുക്കൈനീട്ടമായിട്ടൊക്കെ ഒരുപാട് വീഡിയോസ് ഇവരിട്ടിരുന്നു. അങ്ങനെയൊക്കെ വീഡിയോ ഇട്ടിട്ട് ആളുകളെ ഒരുപാട് പറ്റിച്ചു. ചില ഇവരുടെ ഫോളോവേഴ്സിന് അത് മനസ്സിലായില്ല. കാരണം അവർ വീണ്ടും ഇവരുടെ തട്ടിപ്പിന് ഇരയായിക്കൊണ്ടിരുന്നു. ഒരുപാട് യൂട്യൂബേഴ്സ് ഇവരെ എതിർത്ത് വീഡിയോ ചെയ്തു. ഇവരുടെ ഫോളോവേഴ്സ് എല്ലാം ചെന്നിട്ട് അവരുടെ കമന്റ് ബോക്സിലൊക്കെ മോശമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെയൊക്കെ സംഭവിച്ചു. ഈ കൈസൊക്കെ അത് അനുഭവിച്ചതാണ്. അതായത് സ്വന്തം ഭാര്യനെയൊക്കെ വെച്ചിട്ട് പൊന്നൂസിന് അവിഹിതം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ വീഡിയോ ഇടാൻ തുടങ്ങി. പ്രേക്ഷകരെന്ന് പറയുവാണെങ്കിൽ ഇവന്റെ പ്രേക്ഷകർ മുഴുവൻ ഫാമിലി ഓഡിയൻസ് ആണ്. അവർക്ക് മുന്നിലേക്കാണ് ഈ വീഡിയോ ചെല്ലുന്നത്. ഫാമിലി ഓഡിയൻസിന്റെ മുന്നിലേക്ക് ഇങ്ങനത്തെ ടോപ്പിക് ഒക്കെ എത്തുവാണെങ്കിൽ അവരൊരിക്കലും പിന്നെ വീഡിയോ കാണില്ല. അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. സത്യം പറയുവാണെങ്കിൽ ചില ആൾക്കാർ പറയുന്നത് ഇവരും ഫ്രണ്ട്സുമായിട്ടൊക്കെ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അതാണ് ഡിവോഴ്സിലേക്ക് നയിച്ചതെന്നാണ്. ഇവർക്ക് പറയാൻ പറ്റാത്ത കുറെ കാര്യങ്ങൾ അതിലുണ്ട്. അത് ഇവര് തുറന്നു പറയാനായിട്ട് തയ്യാറാകുന്നില്ല. തുറന്നു പറഞ്ഞാൽ പബ്ലിക്കിന് മുമ്പിൽ നാണക്കേടാവുന്ന ഓർത്തിട്ടായിരിക്കും ഇവര് പറയാത്തെ. സുജിനും പൊന്നൂസും പിരിഞ്ഞെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോസ്റ്റ് ഇട്ടിരുന്നു. ആളുകളൊന്നും ആദ്യം ആ പോസ്റ്റ് വിശ്വസിക്കാനായിട്ട് തയ്യാറായില്ല. കാരണം ഒരുപാട് പ്രാവശ്യം ഇവര് പിരിഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് ആളുകളെ പ്രാങ്ക് ചെയ്തതാണ്. അതുകൊണ്ട് ആളുകൾ ആദ്യം അത് വിശ്വസിച്ചില്ല. അതിനുശേഷം സുജിൻ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കത് നോക്കാം. തൊണ്ടയ്ക്ക് ചെറിയൊരു ഇതുണ്ട്. ഞാൻ ഒന്ന് പുറത്ത് പോയിപ്പോൾ വന്നിട്ടുണ്ട്. നമ്മൾ അപ്പോൾ അതിൻ്റെ ഒന്ന് ഉള്ള ഇതാണ്. അപ്പോൾ നമ്മളങ്ങനെ മ്യൂച്വലി എടുത്തൊരു തീരുമാനമാണ് പിരിയാന്നുള്ളത്. അപ്പോൾ നിങ്ങൾ മ്യൂച്വലി എടുത്ത തീരുമാനമാണ് പിരിയാന്നുള്ളത്. അപ്പോൾ അത് നമ്മൾ നിങ്ങളെ അറിയിക്കില്ലായിരുന്നു. പക്ഷേ ഞാനും പൊന്നൂസും സോഷ്യൽ മീഡിയയിൽ കുറച്ച് ഫോളോവേഴ്സും കുറച്ച് അറിയപ്പെടുന്ന ആൾക്കാരായതുകൊണ്ട് മാത്രം അത് നിങ്ങളെ ഒരു പോസ്റ്റിലൂടെ മാത്രം അറിയിച്ചു. ഓക്കെ, അല്ലാണ്ട് നമ്മളതൊരു കണ്ടന്റ് ആക്കിയിട്ട് ഉപയോഗിക്കാനോ അവൾ വേറെ വീഡിയോ ഇടാനോ ഞാൻ വീഡിയോസ് ഇടാനോ ഒന്നും ഞങ്ങൾ എവിടെ നിന്നായിട്ടില്ല. ഞങ്ങൾ ഒരുപോലെ തന്നെ ഒരു പോസ്റ്റ് രണ്ടാളും പാട് എഴുതിയിട്ടു, അത്രേ ഉള്ളൂ. പക്ഷേ ആ പോസ്റ്റ് ഒരുപാട് ആൾക്കാർ എടുത്തിട്ട് വീഡിയോസുകളും ഇഷ്ടംപോലെ ആൾക്കാർ വീഡിയോസും കാര്യങ്ങളും ചെയ്യുന്നത് ഞാൻ ഒരു കണക്കിന് ഇവരെടുത്ത് തീരുമാനം നല്ലതാണ്. കാരണം ഒന്ന് ജീവിക്കാൻ പറ്റത്തില്ലെങ്കിൽ പിരിയുക, അത് തന്നെയാണ് ഏറ്റവും നല്ലത്. ഇവർ തമ്മിൽ പറയാൻ പറ്റാത്ത ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. അതൊന്നും പുറത്തു പറയാനായിട്ട് ഇവർ തയ്യാറല്ല. അത് പബ്ലിക്കിന് അറിയേണ്ട ആവശ്യമില്ല. കാരണം പബ്ലിക്കിലെ എല്ലാവരും ചെന്നിട്ട് ഇവരുടെ കമന്റ് ബോക്സ് ചോദിക്കുന്നുണ്ട് കറക്റ്റ് ആയിട്ടുള്ള പ്രശ്നം എന്താന്ന് വീഡിയോ ചെയ്യാനായിട്ട്. അതിന്റെ ആവശ്യമില്ല. കാരണം അവരുടെ പേഴ്സണൽ കാര്യമാണ്. പിന്നെ അവർ വീണ്ടും ഒന്നിക്കണമെന്ന് നമ്മൾ നിർബന്ധിക്കുന്ന ശരിയായിട്ടുള്ള കാര്യമല്ല. കാരണം ഒരുപാട് ആൾക്കാർ നിങ്ങൾ ഇനി ഒന്നിക്കണം, പരസ്പരം മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകണമെന്നൊക്കെ പറയുന്നുണ്ട്. സുജിൻ പറയുന്നുണ്ട് അങ്ങനെ കമന്റ് ഇടണ്ട. കാരണം ഇവർ ഒരുപാട് ചിന്തിച്ചെടുത്ത തീരുമാനമാണ്. ആ തീരുമാനത്തിൽ മാറ്റമില്ല. ഇനി ആരും വന്നിട്ട് ഇനിയും നിങ്ങൾ ഒന്നിക്കാനായിട്ട് പറയണ്ടെന്ന്. ഒരു കണക്കിന് നിങ്ങൾ അവരെ ഒന്നിക്കാനായിട്ട് പറയുന്നതിൽ തെറ്റില്ല. കാരണം അമ്മമാരും അമ്മൂമ്മമാരും ഒക്കെ ഒരുപാട് ആ വീഡിയോ കാണുന്നുണ്ട്. അവരുടെ മക്കളുടെ കാര്യമായിരിക്കും അവർ ഓർക്കുന്നത്. എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ തമ്മിൽ പ്രശ്നമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇതിലും പ്രശ്നമാവും. ആ മക്കൾക്ക് പോലും സമാധാനം കിട്ടത്തില്ല. കാരണം പരസ്പരം ധാരണയില്ലാതെ മുന്നോട്ട് പോകുന്നേക്കാളും ഭേദം പിരിയുന്നത് തന്നെയാണ്. ഞാൻ പറയാം. അപ്പൊ അതിൽ അവളെ തന്നെ മോശക്കാരിയാക്കിയിട്ട് മറ്റേ കുറെ വീഡിയോസുകളുടെ ഇതും അതുപോലെ തന്നെ കമന്റ്സുകളൊക്കെ കണ്ടു. അപ്പൊ ഞാൻ പറയാണ്, ഇപ്പോൾ അതിൽ ഞാൻ പറഞ്ഞേക്കാൻ കൂടുതൽ വേറെ ആരും ലോകത്ത് പറയേണ്ടായിരിക്കില്ല. കാരണം ഞാൻ തന്നെ പറയുന്നത് ഒരിക്കലും അവളൊരു മോശക്കാരിയോ അങ്ങനെയൊന്നും അല്ല. അത് അന്ന് എന്റെ തെറ്റുകൊണ്ട് മാത്രം ഞാൻ അന്ന് ഒരു ക്യാപ്ഷൻ ഇട്ടാണ്. അന്ന് അങ്ങനെ ഒരു അവിഹിതം എന്ന് പറഞ്ഞിട്ട് ഒരു ക്യാപ്ഷൻ ഇട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ പുറത്താണ് ഒരുപാട് കമന്റ്സുകൾ അന്ന് എനിക്കെതിരെ ഭയങ്കരമായിട്ട് ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറയാണ് അതിന്റെ ഭാഗത്തുള്ള തെറ്റ് തന്നെയാണ്. പക്ഷേ ഒരിക്കലും നിങ്ങൾ ആരും അവളെ കുറ്റപ്പെടുത്തേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. കാരണം ഇവന്റെ കയ്യിലെ കുഴപ്പം തന്നെയാണ്. കാരണം കർമ്മ തിരിച്ചടിക്കും എന്ന് പറയുന്നത് 100% ഉറപ്പാണ്. ഇവൻ അന്ന് ചെയ്ത് തെറ്റാണ്. ആ തെറ്റിനുള്ള ഫലം ഇപ്പോഴാണ് ഇവന് കിട്ടിയത്. പിന്നെ കുറെ ബ്ലോഗേഴ്സ് പറയുന്നത് ഇപ്പൊ ഇവന്റെ സംസാരത്തിന് കുറച്ച് ജെനുവിനാലിറ്റി ഉണ്ടെന്നാണ്. ഇവൻ കുറെ ഉടായ്പ കാണിച്ചത് ഞാൻ കണ്ടതാണ്. കാരണം ഇവന്റെ വീഡിയോ ഞാൻ നേരത്തെ കാണുന്ന ആളായിരുന്നു. ഇപ്പൊ കുറെ ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട് പിരിഞ്ഞിട്ട് കണ്ടന്റ് ആയിട്ട് അത് എടുത്തിട്ട് കുറെ വീഡിയോസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇടുന്നേ. അങ്ങനെ ഒരാളുണ്ട്, ഞാൻ പേരൊന്നും പറയുന്നില്ല. ഇപ്പൊ ഡെയിലി വീഡിയോ ഇടുന്ന ഒരാളുണ്ട്. അതായത് ഭർത്താവിനെ കുറിച്ച് കുറ്റം പറഞ്ഞിട്ട് ഇത് ഫോളോവേഴ്സ് അവരെ സപ്പോർട്ടീവാണ്. ഇവരെ കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ഫോളോവേഴ്സ് കമന്റ് ബോക്സ് വന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം നോക്കിയാൽ പോരെന്ന് പറയും. അവരാണെങ്കിൽ അവരുടെ ഫാമിലി ലൈഫ് കണ്ടന്റ് ആക്കുകയാണ്. ഇത് കണ്ടുകൊണ്ടിരിക്കാനായിട്ട് കുറെ പേരും. സത്യം പറയുകയാണെങ്കിൽ ഈ ഫാമിലി വ്ലോഗ് ചെയ്യുന്ന ആളുകളോട് നമ്മൾ എപ്പോഴും പറയുന്ന കാര്യമാണ് സ്വന്തം പേഴ്സണൽ ലൈഫ് മുഴുവനായിട്ട് പബ്ലിക്കിനെ കാണിക്കരുത്. അതായത് വീട്ടിലുണ്ടാകുന്ന ചെറിയ ഇഷ്യൂസ് വരെ പബ്ലിക്കിലേക്ക് കാണിച്ചിട്ട് അത് കണ്ടന്റ് ആക്കിയിട്ട് ഇവർ വീഡിയോ ഇടുന്നുണ്ട്. അതൊക്കെ നല്ല രീതിയിൽ ഭാവിയിൽ മോശം ചെയ്യും. അതായത് പിന്നീട് ഇവർ തമ്മിലുള്ള പ്രശ്നം ഉണ്ടാകുമ്പോഴത്തേനും ഇതൊക്കെ ആളുകൾ പറഞ്ഞിട്ട് വേറെ രീതിയിൽ ചിത്രീകരിക്കും. ഇതൊക്കെ നമ്മൾ പറയുമ്പോഴത്തേനും നമ്മളെ കുറ്റപ്പെടുത്തും. അതാണ് ഏറ്റവും വലിയ കാര്യം. ഫാമിലി വ്ളോഗേഴ്സിന്റെ ഫോളോവേഴ്സ് എന്ന് പറയുകയാണെങ്കിൽ ഇവരെ ഡീപ്പായിട്ട് വിശ്വസിക്കുന്ന ആളുകളാണ്. അവർ ഓർക്കുന്നത് ഇവരുടെ ലൈഫാണ് റിയൽ. ഇപ്പൊ നിങ്ങളുടെ ലൈഫിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഇവരുടെയൊക്കെ വീഡിയോ കാണുമ്പോഴത്തേനും ഇവർ വലിയ ഹാപ്പിയാണ്. ആ വീഡിയോ എടുക്കുന്ന സമയത്ത് മാത്രമാണ് ഇവർ ഹാപ്പി. ബാക്കിയുള്ള സമയത്ത് എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. കാരണം മനുഷ്യരല്ലേ, 24 hours ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റത്തില്ലല്ലോ. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഇവരെയൊക്കെ ബ്ലോഗ് കണ്ടിട്ട് അതാണ് റിയൽ എന്ന് പറഞ്ഞു നടന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലൈഫ് തന്നെ സ്പോയിൽ ആവും. കേരളത്തിലെ നല്ല റീച്ചുള്ള 3 ഫാമിലി ബ്ലോഗേഴ്സ് ഉണ്ടായിരുന്നു. അവർ 3 പേരും പിരിഞ്ഞു. അതാണ് ഏറ്റവും വലിയ കാര്യം. അത് ആരാന്ന് ഞാൻ പറയുന്നില്ല. കാരണം പേരെടുത്ത് പറഞ്ഞിട്ട് നമ്മളെ കുറ്റപ്പെടുത്തിക്കൊണ്ട് അവർ ഓരോ കാര്യങ്ങൾ വരും. എന്നിട്ട് അവരുടെ ഫോളോവേഴ്സ് വന്ന് നമ്മുടെ കമന്റ് ബോക്സ് വന്നിട്ട് ഓരോ കാര്യങ്ങൾ പറയും. അങ്ങനെ എന്തെങ്കിലും നമ്മളെ കുറിച്ച് ഉണ്ടാക്കി പറയുവാണെങ്കിൽ നമുക്കൊരു പേടിയില്ല. പക്ഷെ എന്തിനാണ് ചുമ്മാ അങ്ങനെ ഒരു സ്റ്റെപ്പ് എടുക്കുന്നതെന്ന് ഓർത്തിട്ടാണ് പറയാതിരിക്കുന്നത്. നിങ്ങൾ ഓരോരുത്തരും ആ കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ അവൾ ഭാര്യ ഭർത്താവായിട്ട് മുന്നിലേക്ക് പോകുന്നുള്ളത്. അപ്പൊ അത് അങ്ങനെയല്ല, നമ്മൾ സെപ്പറേറ്റഡ് ആണ്. കാരണം അവൾ ഞങ്ങൾ അവളുടെ പടം ഏകദേശം തോന്നുന്നു 3 മാസം 4 മാസത്തിനടുത്തായി അവളെ വീട്ടിൽ ഞാൻ എന്റെ വീട്ടിൽ താമസിക്കുന്നത്. ഇതിൽ ഏറ്റവും ഒരു പോയിന്റ് കിടക്കുന്നത് കുട്ടികളുടെ കാര്യമാണ്. കുട്ടികൾ എൻ്റെ ഒപ്പാണ്. അതുപോലെ തന്നെ ഓരോ ടൈം ആകുമ്പോൾ അവളുടെ അടുത്ത് ഇനിയിപ്പോൾ ഈ ഒരു വെക്കേഷൻ ഇത് കഴിഞ്ഞാൽ അവളൊപ്പം എന്താക്കും കുട്ടികളുടെ കാര്യത്തിന് കൂടി കുട്ടികളുടെ കാര്യത്തിന് പോലും കൂടി ഞാൻ അവളും തമ്മിൽ വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. ഇപ്പൊ ഞാൻ അവളെ വിളിക്കാതിരിക്കുക ശത്രുക്കളോ അങ്ങനെയൊന്നുമല്ല. സുജിൻ ബ്രോയുടെയും പൊന്നൂസിന്റെയും ലൈഫ് തീരുമാനിക്കേണ്ടത് അവരാണ്. അവരെടുത്ത ഡിസിഷൻ ശരിയായിരിക്കും. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്.
കാരണം അവർ ഇനി ഭാവിയിൽ ഒന്നിക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നിക്കട്ടെ, അത് അവരുടെ തീരുമാനമായിരിക്കണം, അല്ലാതെ പബ്ലിക്കിന്റെ തീരുമാനമായിരിക്കരുത്. നിങ്ങൾ പോയിട്ട് കമന്റ് ബോക്സിൽ ചെന്നിട്ട് അവർ ഒന്നിക്കണമെന്ന് പറഞ്ഞിട്ട് അവർ ഒന്നിച്ചാൽ ഒരിക്കലും ആ ജീവിതം മുന്നോട്ട് നല്ല രീതിയിൽ പോവില്ല. അത് തന്നെയാണ് സുജിനും പറയുന്നത്. ഗൈസ്, എന്തൊക്കെയായാലും ഇതിനെക്കുറിച്ച് എനിക്ക് ഇത്രയൊക്കെ ഉള്ളൂ പറയാൻ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.